ഇപ്പോൾ സംസ്ഥാനത്ത് മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷ വാർത്തയാണ്. സർക്കാർ പോകുന്ന ഘട്ടത്തിൽ ഈ ബാറുകളുടെ സമയമൊക്കെ പുനഃക്രമീകരിച്ചുകൊണ്ട് കുറച്ചധിക സമയം കൂടെ നൽകിയിരിക്കുന്നു. എന്തായാലും ഈ ബാറുകളുടെ പ്രവർത്തന സമയമാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് മന്ത്രിസഭാ യോഗത്തിലോ മുന്നണിയിലോ അറിയിക്കാതെയാണ് എന്നുള്ളതാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 2025 നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് സമയമാറ്റത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. മദ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് പുതിയ സർക്കാരാണെന്നിരിക്കെ അതിനു മുൻപാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ നീക്കം. തിരുവനന്തപുരത്തേക്ക് പോകാം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, വളരെ തിരക്കിട്ട ഒരു തീരുമാനം, അത് മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല, മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സർക്കാർ പോകുന്നതിന് മുൻപ്, ഇറങ്ങുന്നതിന് മുൻപ് വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ആർക്ക് വേണ്ടി എടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇനി വരുന്ന സർക്കാരാണ് ഇത്തരം നയപരമായ കാര്യങ്ങൾ എടുക്കേണ്ടതെന്നിരിക്കെ ഇത്തരം ഒരു തിടുക്കപ്പെട്ട നീക്കം നടത്തിയത് എന്തിനാണെന്നാണ് ആരോപണം ഉയരുന്നത്. ജിൽസി, ബാറുകളുടെ സമയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം അത്ര സുഖകരമായ ഒരു തീരുമാനമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം. ഇതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നത്. അതായത് രാവിലെ 10 മുതൽ 12 വരെ ബാറുകൾക്ക് പ്രവർത്തിക്കാം എന്നാണ് ഇന്നലെ പുറത്തിറങ്ങിയ നികുതി വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം പറയുന്നത്. മാത്രമല്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണെങ്കിൽ അവിടെ പ്രത്യേകമായി ഫീസ് അടച്ചാൽ രാവിലെ 10 തുറക്കുന്ന ബാറുകൾക്ക് പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാം എന്നുള്ള ഉത്തരവ് കൂടി ഇന്നലെ നികുതി വകുപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ടൂറിസം മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ വാദമെങ്കിലും അതങ്ങനെയല്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. അതായത് പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. നിലവിൽ സംസ്ഥാനത്തെ ബീവറേജുകൾ ഔട്ട്ലെറ്റുകളും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് രാത്രി 9 മണി വരെയാണ്. അതായത് 9 മണിയാകുമ്പോൾ ഈ സർക്കാരിന്റെ മദ്യവിൽപ്പനശാലകളൊക്കെ അടയ്ക്കും. അതിനുശേഷം കിട്ടുന്ന സമയമാണ് ബാറുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ചാകര എന്ന് പറയുന്നത്. അത് നിലവിലുണ്ടായിരുന്നത് 11 മണി വരെയാണ്. അത് 12 മണി വരെ വർദ്ധിപ്പിക്കുമ്പോൾ 1 മണിക്കൂർ കൂടി അധിക കച്ചവടം ലഭിക്കുന്നു. മാത്രമല്ല, അതിലൂടെ വലിയൊരു വരുമാനം ബാർ ഉടമകൾക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് പ്രധാനമായും ഈ നീക്കത്തിന് പിന്നിലുള്ളത്. നമുക്കറിയാം, ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി രാത്രി ഈ ബാറുകളുടെ പ്രവർത്തന സമയം അന്ന് പുതുവർഷം പ്രമാണിച്ച് 12 മണി വരെ നീട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുകയും അന്ന് ഒരൊറ്റ ദിവസം ബാറുകൾ 12 മണി വരെ പ്രവർത്തിക്കുകയും ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടാകും. അത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ പൂർണ്ണമായും അത്തരത്തിൽ 12 മണി വരെ തുറന്നു കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ പ്രധാനമായും ഇതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇത് വകുപ്പ് മാത്രം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇക്കാര്യം വ്യക്തിപരമായി എനിക്കും അറിയാം. കാരണം ഇന്നലെ ഒരു മന്ത്രിയോട് ഇക്കാര്യം രാത്രി ഞാൻ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ സമയം കൂട്ടി കൊടുത്തിട്ടുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അതായത് മന്ത്രിസഭ അത്തരത്തിലൊരു തീരുമാനമേ എടുത്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, LDF-ൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നികുതി വകുപ്പിന്റെ ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ചില ആളുകൾ മാത്രം അറിഞ്ഞുകൊണ്ട് എടുത്ത ഒരു തീരുമാനം എന്ന നിലയിലേക്കാണ് നികുതി വകുപ്പ് ഇന്നലെ ഉത്തരവിറക്കുന്നത്. 2005-ൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന വിശദീകരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് പുതിയ മദ്യനയം, അത് അടുത്ത ഏപ്രിലാണ് പുതിയ മദ്യനയം വരേണ്ടത്. ആ പുതിയ മദ്യനയം ഇറക്കേണ്ടത് ഇനി വരാനിരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാർ മദ്യനയം അവരാണ് സ്വീകരിക്കേണ്ടത് എന്നിരിക്കെ അതിനു മുമ്പ് തന്നെ ഈ പുതിയ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ തിരക്കിട്ട് ബാറുകളുടെ സമയക്രമം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ബാർ ഉടമകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ മറ്റ് ചില ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ മുന്നണിക്കുള്ളിലും മന്ത്രിസഭയിലും പോലും അറിയാതെ എടുത്ത തീരുമാനമാണ്. അതിൽ മുന്നണിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയോ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമോ എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്.